want a big good evening from your side? എനിക്ക് നല്ലൊരു ഗുഡ് ഈവനിങ് കേൾക്കാമോ? അത് തീരെ എനർജി ലോ ആയിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് ആണല്ലോ. ഗുഡ് ഈവനിങ്. നല്ല താളത്തിലാണ് ഓരോരുത്തർ ഗുഡ് ഈവനിങ് പറയുന്നത്. സോ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഹാളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇനിയും ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. ഐ റിപ്പീറ്റ്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാത്തവരായിട്ട് ഇനിയും ഈ ഹാളിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. താങ്ക് യു.
Time means everything. If I had a
Sarigama Karma, the perfect gift for your loved ones.
So, very good evening, ladies and gentlemen, and I extended a warmest welcome to each and everyone invited here on this most spectacular evening. So, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഈ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സെറമണിയിൽ ജോയിൻ ചെയ്യാൻ വന്നത്. ആൻഡ് ഐ താങ്ക് each one of you from bottom of my heart on the behalf of the team, the Great Escape, and this means a lot for us, and this moment is very special for us. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത്. സോ നമ്മൾ ഇത്രയും നേരം എക്സൈറ്റഡ് കാത്തിരിക്കുന്ന നമ്മുടെ ദ ഗ്രേറ്റ് എസ്കേപ്പ്, ദ സ്റ്റാർസ്, ദ ഷൈനിങ് സ്റ്റാർസ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കുറച്ച് മണിക്കൂറുകളായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും.
ladies and gentlemen, here comes the reason for our gathering today. നമ്മൾ ഇത്രയും നേരം എക്സൈറ്റഡ് ആയി കാത്തിരുന്ന ഈ മൂവിയുടെ സ്റ്റാർസ് ആൻഡ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് മച്ച് റെസ്പെക്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ദ ഗ്രേറ്റ് എസ്കേപ്പ് മൂവി സണ്ണി സാർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് സണ്ണി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Director Sandeep J L with much happiness നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ഡയറക്ടർ ഓഫ് ദ മൂവി സന്ദീപ് ജെ എല്ലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ പേഴ്സണെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് ലോകമെമ്പാടും വേൾഡ് വൈഡ് അറിയപ്പെടുന്ന അമേരിക്കൻ റെസ്ലറാണ് ചാൾസ് ടൈലർ. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം മിസ്റ്റർ ചാൾസ് ടൈലർ. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കുന്ന ആ പേര്, ആ വ്യക്തിയെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എക്കാലത്തെയും മലയാളികളുടെ സ്വന്തം ആക്ഷൻ സ്റ്റാർ വൺ ആൻഡ് ഓൺലി ബാബു ആന്റണി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ബാബു ആന്റണിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Feeling very pride in my heart to host this grand, great, splendid press conference of the pan-Indian mass action thriller movie The Great Escape. Ladies and gentlemen, ഒരിക്കൽ കൂടി ഒരു ടീം മെമ്പേഴ്സിന്, ഈ ഒരു ഹ്യൂജ് ടീമിന് നമ്മുടെ മനസ്സറിഞ്ഞ ഒരു കൈയടി കൊടുക്കാം. For the pan-Indian mass action thriller movie The Great Escape. ഒരു ഉഗ്ര കൈയടി കേൾക്കാമോ? താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയിലുള്ള ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് നിർമ്മിച്ച ഒരു മൂവിയാണ് ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ്ലി അമേരിക്കയിൽ തന്നെ ഷൂട്ട് ചെയ്ത മൂവി കൂടിയാണ്. സോ വി മലയാളീസ് ക്യാൻ പ്രൗഡ്ലി സേ ഇറ്റ്സ് എ ഹോളിവുഡ് മൂവി ടേക്കൺ ബൈ കേരളൈറ്റ്സ്, അല്ലേ ബാബു സാർ? അങ്ങനെ പറയാമോ? ഞങ്ങൾക്ക് മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാമോ ഹോളിവുഡ് മൂവിയാണ്, മലയാളികൾ നിർമ്മിച്ച പടമാണെന്നൊക്കെ? യെസ്, ഉറപ്പായിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഷൂട്ട് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് അമേരിക്കയിലാണ്. അത് ഈ മൂവിയുടെ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഹോളിവുഡ് ആൻഡ് തായ്ലൻഡ് ആക്ടേഴ്സ് ആണ്. സോ ഇന്റർനാഷണൽ ആക്ടേഴ്സും കൂടിയാണ് ഈ മൂവിയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. സോ മലയാള ചിത്രങ്ങളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യ വിരുന്ന് മെയ് 16 നമുക്കായി ഈ ഒരു ഗ്രേറ്റ് എസ്കേപ്പ് ടീം ഒരുക്കിയിരിക്കുകയാണ്. സോ മെയ് 16 ആണ് റിലീസ് ചെയ്യുന്നത്. സോ ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. സോ നമ്മൾ ഇനി മെയ് 26 ആണ് റിലീസ് ചെയ്യുന്നത്. സോറി ഫോർ മൈ മിസ്റ്റേക്ക്. സോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വിത്തൗട്ട് എനി ഫർദർ ആരോ വി ആർ മൂവിങ് ടു ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് ഇവന്റ്. നിങ്ങൾ എല്ലാവരും ഇത്രയും നിമിഷം കാത്തിരുന്നത് ഇവരെ കാണാനും ഇവരുടെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ ബാക്കിലുള്ള സ്റ്റോറീസും മറ്റേ എഫേർട്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ അതിനായിട്ട് ഏറെ ബഹുമാനപൂർവ്വം ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മലയാളികൾ എന്നും ആരാധനപൂർവ്വം നോക്കിക്കാണുന്ന ദ വൺ ആൻഡ് ഓൺലി ഇൻഡോ അമേരിക്കൻ ആക്ഷൻ സ്റ്റാർ ബാബു ആന്റണി. സോ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം.
എല്ലാവർക്കും നമസ്കാരം. ചാഷ് സന്ദീപ് സണ്ണിച്ചൻ കുറേ വെയിറ്റ് ചെയ്തോ? ഇല്ലല്ലോ. സോറി, നിങ്ങളെ വെയിറ്റ് ചെയ്ത് വളരെ വിഷമമുണ്ട്. കാരണം എല്ലാവരും ഇവിടെ കാണാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം ഇതൊരു ആക്ച്വലി ഒരു ഹംബിൾ അറ്റംപ്റ്റ് ആണ് അറ്റ് ദ വേൾഡ് സിനിമ. അപ്പോൾ ഹ്യൂസ്റ്റണിലുള്ള മലയാളികൾ, അതായത് യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അവരാണ് സിനിമ എടുക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അപ്പം ആദ്യം എന്നെ അപ്രോച്ച് ചെയ്തപ്പം എൻ്റെ ഒരു 2 ദിവസത്തെ ഡേറ്റാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പം ഞാനത് സന്തോഷപൂർവ്വം 2 ദിവസം ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ടുപോകാനുള്ള ശ്രമം അവർ നടത്തി. പക്ഷേ കൊറോണ കാലം ആയതുകൊണ്ടും മറ്റു പല ബുദ്ധിമുട്ടുകളും വന്നതുകൊണ്ട് ഹ്യൂസ്റ്റണിൽ തന്നെയുള്ള ആക്ടേഴ്സിനെ തന്നെ വെച്ച് തന്നെ നമുക്ക് സിനിമ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള രീതി വന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നമുക്ക് കുറച്ച് ദിവസം കൂടെ ആവശ്യമുണ്ടാവും, അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അതിനെ ഞാൻ സമ്മതിക്കുകയും അതിന് വേണ്ട ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുകയും ചെയ്തു. അപ്പം അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തു, ആർത്തറിനെ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും, ആർത്തർ ഫാമിലി ഫേസ് ആണ്. അപ്പം അതും ഞാൻ സമ്മതിച്ചു. പിന്നെ അതിനകത്തൊരു കിഡ്നാപ്പ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഇളയ മോനെ അവരാവശ്യപ്പെട്ടു. അങ്ങനെ അത് സംഭവിച്ചു. പിന്നെ ഒരു ഭാര്യ വേണം, വെള്ളക്കാരി ആണ് വേണ്ടിയത്. 2 സീനേ ഉള്ളൂ. അപ്പോൾ അതും സണ്ണിച്ചൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പോയി ഭാര്യയെ സോപ്പിട്ട് അത് കൈകാര്യം ചെയ്തു. അങ്ങനെ കൊറോണ കാലത്ത് നമ്മൾ ആരംഭിച്ച് പല ബുദ്ധിമുട്ടുകളും സഹിച്ച് ചെയ്ത ഒരു സിനിമയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു മാഫിയോസ് അല്ലെങ്കിൽ ഒരു മാഫിയോ ഫാമിലിയും അവരുടെ റൈവലും തമ്മിൽ. ചാൾസാണ് അതിനകത്ത് മാഫിയോ ബോസ്. ബോബ് ക്രിസ്റ്റോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ചാൾസ് പാവലോ എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ റൈവലായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2 മാഫിയ തമ്മിലുള്ള റൈവലറിയിൽ പെട്ടുപോകുന്ന ഒരു 3 ഇന്ത്യക്കാരുണ്ട്, ആക്സിഡൻ്റലി പെട്ടുപോകുന്ന ഒരു ഇന്ത്യക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രയാങ്കിൾ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇതിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്റ്റോറി വൈസ് ഒരുപാട് ഇപ്പം എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തപ്പോൾ ഞാനും സണ്ണിച്ചനും സന്ദീപും എല്ലാം കൂടി ഇരുന്നിട്ട് ഞാൻ കുറേ സീനുകൾ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. കാരണം എൻ്റെ കുറച്ച് സീനുകൾ വേണമെന്ന്, പിന്നെ ഫാമിലി വേണമെന്ന് ഇപ്പോൾ അതിനും കുറച്ച് സീനുകൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ മൊത്തം ഒരു മസിൽസ് സറൗണ്ട് ഉണ്ടാക്കി ഒരു നല്ല രീതിയിൽ അത് സെറ്റപ്പ് ചെയ്ത് വളരെ എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻസോട് കൂടി ചെയ്ത സിനിമകളാണ്. അപ്പം നിങ്ങളിത് കണ്ട് അത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ LAയിലുള്ള അല്ലല്ലോ ഹോളിവുഡിലുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ടെക്സസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജോർജിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം LA ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെയുള്ള നീക്കങ്ങൾ പല സ്റ്റേറ്റുകളിലേക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ടെക്സസ് വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഹോളിവുഡ് ഫിലിം പ്രൊഡ്യൂസേഴ്സിന്. അപ്പം അങ്ങനെ ടെക്സസിൽ നമുക്കൊരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു ബേസിക് ഉദ്ദേശമായിരുന്നു എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഈ പടത്തിന് വേണ്ടി സഹകരിച്ചതും. ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹകരിച്ചു. പിന്നെ കൊറോണ കാലം ആയതുകൊണ്ട് പിന്നെ ആർത്തറാണെങ്കിലും അവന് സ്കൂളില്ലാത്ത സമയത്ത് വീക്കെൻഡുകളിൽ മാത്രം ഷൂട്ട് ചെയ്തതും അങ്ങനെയൊക്കെ വളരെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ഫിലിം. ശരിക്കും ഞങ്ങളൊരു അറ്റംപ്റ്റാണ്, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അത് നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കുറ്റങ്ങളും പാകപ്പിഴകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കൊറോണ കാലത്ത് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഒരുപാട് ആക്ടേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു സണ്ണി ആൻഡ് ഗ്രൂപ്പ് ഫോർ ദ good work. Charles, you remember how we shot the climax? Charles, tell me this, give me the dialogue. You know, we had a very limited time for the climax, so it was nice. Thank you, Sandeep, and thank you so much, everybody, for coming here and supporting us. Thank you so much. It means a lot. Thank you. Thank you, sir. So, with great happiness, ഞാൻ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് ലോക പ്രശസ്ത ഗുസ്തി താരം, എ വെരി ഫേമസ് അമേരിക്കൻ റെസ്ലർ ചാൾസ് ടൈലർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. സോ പ്ലീസ് കം ഫോർവേഡ്.
Hello, beautiful people. Thank you for coming. I don't know much, but I know Namaskaram. Did I say that right? Namaskaram. It's a great honor to be here with you all. I walk around the cities and I see many beautiful people, and it warms my heart. I think this is one of my favorite places to travel, to be, to work, and I look forward to coming many more times because, for one thing, the people driving is amazing. For nobody that's been here before, woo! Woo! Man, to see people drive in the cars, the rickshaws and the bikes, and that's amazing, man. I think I would put somebody from India driving in NASCAR against anybody any day. I'm impressed with the driving. The beautiful people. I walk all over. We go to the mall, and people swarm all over, take pictures. I see a room full of smiles, bright eyes, big smiles, beautiful smiles. And to me, that warms my heart. So please never lose that smile. Stay positive and buy your tickets for The Great Escape before they go out, right? You're going to love this movie. There's so many stories within the story. I can't give away everything, but I'm proud of this because it's like our baby. The family came together during a difficult time in the world, and we made something beautiful when nobody else was making anything beautiful like we did. Man, God keeps blessing me, putting me in the presence of you beautiful people, and all I can do is sit here and savor it. And thank you, Babu. Thank you, Sunny, Sandeep, and everybody. Spread the word. Tell everybody. When you watch this movie, you're going to want to go back and watch it again. Everybody was just so phenomenal. We had obstacles. Everybody remembers COVID. It made it difficult for a lot of things that we did, but we did it. We overcame, and I believe in our product. Babu brought his son, his family in the movie, and to me that's beautiful also. We didn't bring a fake family in, so I believe that makes it more special that it was a real family. I think that speaks volumes. To me it speaks volumes, and to you it should also. I believe Arthur has a great career in acting if he chooses so. I can't say enough good things about it. We had people willing to come from all over to be part of this project. And to see it all come to life on the big screen, from the writers to the actors to the music, man, the lighting, everything was just... I don't want to set your expectations too high, but go and enjoy this movie. Get an escape from reality for a couple hours, 2 hours and 10 minutes of just being part of something special. Go and enjoy it for what it's worth. Escape from reality. Everybody has hard times. Everybody has bills to pay. Everybody has family issues. This is the time to block that out and go watch the movie and enjoy what we did all together as a family. I thank you all for coming. Bless you. Love you. Thank you, Charles, and next ബഹുമാനപൂർവ്വം നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് The man behind the movie, the great escape, the director Sandeep J L. So നല്ലൊരു കൈയടി കൊടുക്കാം. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സന്ദീപ്. ഇതെൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തേത് ഒരു ഇംഗ്ലീഷ് ചിത്രമായിരുന്നു, അമേരിക്കയിൽ ചിത്രീകരിച്ച ഒരു മൂവി ഔട്ട്റേജ് എന്ന് പറയും. 2020 അത് പുറത്തു വന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആക്ഷൻ പാക്ഡ് സിനിമയാണ്. നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്തതുപോലെ ഇതിനകത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബാബുച്ചേട്ടൻ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലിയും ഈ സിനിമയിലുണ്ട്. ആർദർ, അതുപോലെ തന്നെ അലക്സ്,
പിന്നെ ഈ സിനിമ നമ്മൾ പൂർണ്ണമായിട്ടും ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതായത് അമേരിക്കയിലെ സെക്കൻഡ് ഹോളിവുഡ് എന്ന് പറയപ്പെടുന്ന ഒരു ടെക്സസ് കാരണം ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ബാബുചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഇതിനകത്ത് തായ്ലൻഡ്, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈമൺ കുക്ക്, അതുപോലെ തന്നെ ഒരു പ്രശസ്തനായ ഇപ്മാൻ സിനിമകൾ കണ്ടറിയാം, ടോണി ജ, അതിലൊക്കെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത, ഇപ്മാനിൽ വർക്ക് ചെയ്ത സൈമൺ കുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ സിനിമ ബാബുചേട്ടൻ പറഞ്ഞ പോലെ തുടങ്ങിയപ്പം ബാബുചേട്ടൻ 2 ദിവസത്തെ ഡേറ്റ് ആയിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് സിനിമയിൽ കൂടുതൽ സീനുകൾ ബാബുചേട്ടൻ്റെ ആവശ്യം വന്നു. സ്ക്രിപ്റ്റുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ബാബുചേട്ടനും ഞാനും എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ സിനിമ ഇപ്പം വന്നിട്ടുണ്ട്. ഇതൊരു ഫുള്ളി ആക്ഷൻ പാക്ഡ് ചിത്രമാണ് വിത്ത് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. ഫാമിലി എലമെൻറ്റ്സ് ഉണ്ട്, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രസ് മീഡിയ ആൾക്കാർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. 26-ാം തീയതി പുറത്ത് വരും. ഇത് ഡബ് ചെയ്ത് തമിഴ് ലാംഗ്വേജിൽ നമ്മൾ വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, കാനഡ, US, all over the country we are releasing the movie. So please watch it, help us. Thank you Chas for coming here. Thank you Babu sir and ഇ괱ᴇᴇᴛ. Thank you so much and let's make it happen. Thank you everybody. Thank you Sandeep. And ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു the executive producer of the Great Escape, Mr. Sunny. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമ്മുടെ സണ്ണി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു എവരി വൺ. ബാബുവാനി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതെല്ലാം വളരെ സത്യമായ കാര്യങ്ങളാണ്. ഞങ്ങൾ കോവിഡ് കാലത്ത് സന്ദീപിൻ്റെ ഡയറക്ഷനിലൊരു സിനിമ, മലയാളം സിനിമ, അത് ഹോളിവുഡ് സ്റ്റൈലിൽ ചെയ്യാൻ പ്ലാനിട്ടു. ബാബുച്ചാനോട് ചോദിച്ചപ്പം, ഞാൻ ബാബുച്ചാനെ വിളിക്കുന്നുണ്ടോ, 2-3 ദിവസത്തെ ഇത് മതി, ഇപ്പോൾ സമ്മതിച്ചു. പക്ഷേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ദിവസം ഇരുന്ന് നിർത്താമെന്ന് ഭാവിച്ചു. ഇങ്ങനെയൊന്നും പോയി ശരിയായില്ല, നമുക്കിതെല്ലാം മാറ്റി എഴുതണം. ഇതുപോലെ ഞങ്ങളൊരു ദിവസം വീട്ടിലിരുന്ന് കുറേ സീനുകൾ ആഡ് ചെയ്തു. നല്ലൊരു രീതിയിൽ അമേരിക്കൻ 3 മലയാളികളുടെ കഥയാണിത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഭിക്ഷയ്ക്ക് വന്ന് അവിടെ പെട്ടുപോയ, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട 3 മലയാളികളുടെ കഥയാണ്. അതിനകത്ത് അവർ ഈ അപ്രതീക്ഷിതമായിട്ട് ഈ മാഫിയ സംഘങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്നു. ഒരു നല്ലൊരു ശരിക്കും ഒരു ആക്ഷൻ ചിത്രം തന്നെയാണ്. എന്നാൽ കഥകളുണ്ട്. പിന്നെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് പണ്ട് മുതലേ ബാബുവാനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ഫാനായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബാബുവാനി ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് ഞങ്ങളൊക്കെ. പക്ഷേ നമുക്കൊന്നും ആയില്ല. പക്ഷെ അമേരിക്കയിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം അത് അവതരിപ്പിച്ചപ്പോൾ ബാബുവാനി സാർ അത് സമ്മതിച്ചു. അപ്പം അങ്ങനെയാണ് ഈ പടം ഉണ്ടാകാൻ കാരണം. എനിവേ, ഇവിടെ കൂടി എല്ലാവർക്കും സന്തോഷമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നല്ലൊരു പടമാണ്. 26-ാം തീയതി 50 തിയേറ്ററിലോളം റിലീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ഓൾ ഓവർ അമേരിക്കയിലുണ്ട്. ബാക്കിയൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ആൻഡ് ബാബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബാബുചേട്ടൻ്റെ മോൻ ആർത്തർ ഇതിലൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അല്ലേ, സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ആർത്തർ നമുക്ക് വേണ്ടി ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു AV പ്ലേ ചെയ്താലോ? യെസ്, മേക്ക് എ ലുക്ക്. My name is Arthur, and I just watched The Great Escape. It was such a good experience for me because it's the first time I was actually filmed in one of the main roles. My dad made it so convenient for me, working in the dirt, working in the dust, working in the hot weather, outside with the wind blowing on my face. He just made everything so convenient. It was such a fun experience working with all the loving crew. They were so kind, and they helped me with every step. It's definitely a learning experience. I would recommend this movie because it just got something that other movies don't. I can't really tell what it is, but the story is just so good. Thank you.
സോ ആർത്തർ സ്വന്തം പപ്പയോടൊപ്പം തന്നെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഗംഭീര സ്റ്റാർട്ട് ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. സോ പ്ലീസ് കൺവേ അവർ റിഗാർഡ്സ് ടു ആർത്തർ. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മൾ മിസ്സും ചെയ്യുന്നുണ്ട് ആർത്തറിനെ. ആൻഡ് ബാബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബാബുചേട്ടൻ്റെ വൈഫും എങ്ങൾ സണ്ണും ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ അവരും ഒരു സ്മോൾ വീഡിയോ ക്ലിപ്പ് നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. സോ മേ ലുക്ക് ദാറ്റ് വീഡിയോ. ഓക്കെ, അപ്പം അവർ വോയിസ് ക്ലിപ്പായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് കാണാനും അവരെ കണ്ട് സന്തോഷിച്ചു അല്ലേ? ഓക്കെ, താങ്ക് യു. ആൻഡ് നമ്മളെല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. May 26 റിലീസ് ആകാൻ പോകുന്ന ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന ഈ മൂവിയുടെ ട്രെയിലർ അതൊന്ന് കണ്ടാലോ? കാണണോ? യെസ്, അപ്പൊ അത് കാണാം അല്ലേ? സോ തമിഴ് ആൻഡ് മലയാളത്തിൽ ഒരുമിച്ച് റിലീസ് ആകാൻ പോകുന്ന May 26 മലയാളികളെ ഒന്നാകെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന മൂവിയുടെ ട്രെയിലർ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. So, where do you work? I work for my dad. What does your dad do? Well, he's a magician, and he makes people disappear. What are you doing for Bob? I work for his family now. High-priced babysitter. Hey, Bob Crystal. How are you, man? Bob Crystal, I want the son of a bitch dead. I want his family dead. ഞാൻ കഴിഞ്ഞ 15 കൊല്ലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ. Leave the country and don't come back. Breakfast or a gun? I already ate breakfast. 24 hours. I want my money. I'll find them and will bring them to you. Welcome to the show. Lord have mercy. Oh my God, what a trailer that was, അല്ലേ? നമുക്ക് മനസ്സിൽ കൈ വെച്ച് തന്നെ പറയാൻ സാധിക്കും. It seems as a Hollywood movie trailer. ആണോ? Absolutely അതെ, അല്ലേ? So ഒരു ഉഗ്രൻ കയ്യടി for the entire team of the Great Escape. നല്ലൊരു കയ്യടി കൊടുക്കാം. Such a amazing, auspicious ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ്. സോ ഈ ഒരു മൂവിയുടെ ഒരു സോങ്ങും കൂടിയുണ്ട്. സോ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രസ് മീറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എ സ്മോൾ
a beautiful small 𝙱𝙰𝙱𝚄, song. the perfect gift for your loved ones. സോ ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു മൂവി കംപ്ലീറ്റ്ലി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. സോ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഈ മൂവി മലയാളികൾ എന്നല്ല ലോകമെമ്പാടും സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. സോ നെക്സ്റ്റ് വിത്തൗട്ട് എനി ഫർദർ ആഡോ ഇത്രയും നേരം ഇവിടെ പ്രസ് മീറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മീഡിയാസ് എന്ന് വന്നേക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഇവരോട് സംസാരിക്കാനായിട്ടാണ്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഫോർ ദ പ്രസ് ടീം. താങ്ക് യു.
ട്രെയിലറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സോ തീർച്ചയായിട്ടും നിങ്ങൾ 26 Sunday സിനിമ കാണണം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. Did I tell you that was beautiful or what? That's something special. The Great Escape. ടൈറ്റിൽ തന്നെ ഒരു എസ്കേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിന് മുമ്പുള്ള കുറെ സംഘർഷങ്ങൾ, കുറെ നിന്നുള്ള എസ്കേപ്പ്. ബാബു ആന്റണി എന്ന നടൻ നമ്മൾ മലയാളത്തിൽ ആദ്യം കാണുന്നത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ അത് കഴിഞ്ഞ് റോളുകളിലേക്ക് മാറി. അപ്പോഴും ആക്ഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഗ്രേറ്റ് എസ്കേപ്പ് എന്നാണെന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ രംഗത്ത് വരുമ്പോൾ ബാബു ആന്റണി പുതുതായിട്ട് നമ്മൾ കണ്ടതിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായ ഒരു ആക്ഷൻ ആണെങ്കിൽ എന്താണ് പ്രേക്ഷകരോട് പറയാൻ? ഇതിപ്പോൾ ഇതിനകത്തൊരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ എനിക്കൊരു ഷോൾഡർ ഇഞ്ചറി ഉണ്ടായി. അപ്പോൾ അതിനകത്ത് തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കൈ കൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, പിന്നെ ഒരു കൈ കൊണ്ട് കുതിര ഓടിക്കുകയും. അപ്പോൾ ഷോൾഡർ ഒരു 5% എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ US ചെന്ന് ഷോൾഡർ സർജറി കഴിഞ്ഞിട്ടാണ് ഈ പടം ഇമ്മീഡിയറ്റ്ലി തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ അതേ ഇഞ്ചറി വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ആക്ഷൻ സീക്വൻസ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഒരു ഫുൾ ഫ്ലഡ്ജ് ആക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആർത്തറിൻ്റെ ആണെങ്കിലും അത്യാവശ്യം ചില ആക്ഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ആ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പം ഒരു ഫുൾ ഫ്ലഡ്ജ് ഒരു ആക്ഷൻ സിനിമ എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇതൊരു ആക്ഷൻ ത്രില്ലറാണ്. ബേസിക്കലി നല്ലൊരു സ്റ്റോറി ഇതിൻ്റെ പറയുന്നത്. ആ സ്റ്റോറി എന്ന് പറഞ്ഞതിനകത്ത് ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എൻഡിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്, ആരാണ് എസ്കേപ്പ് ചെയ്യുന്നത്. പല ആൾക്കാരും പെട്ടിട്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആൾക്കാർ, അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്കലി ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ആക്ഷൻ സിനിമകളല്ലാതെ ഞാനിപ്പം മദനോത്സവം എന്നൊരു സിനിമ ചെയ്തു. അത് കണ്ടിരുന്നോ? അത് കാണാൻ പറ്റില്ലായിരിക്കല്ലേ? അതൊരു പ്രത്യേക ടൈപ്പ് സിനിമയാണ്. അപ്പോൾ പല തരത്തിലുള്ള സിനിമകൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലറാണ്. അതെ, അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഫുൾ ഫാമിലി ഈ സിനിമയിലേക്ക് വരുന്നു. ആദ്യം ഞാൻ പറഞ്ഞ പോലെ സന്ദീപ് പറഞ്ഞ 2 ദിവസത്തെ വർക്കാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഒരിടത്തും എത്തുന്നില്ലാത്ത ഒരവസ്ഥയിൽ വന്നു. അപ്പം നമുക്ക് കുറച്ചുകൂടെ അത് റീവർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് അത് സ്റ്റോറി റീറൈറ്റ് ചെയ്തു. അപ്പം ക്യാരക്ടേഴ്സ് കൂടി, പിന്നെ എൻ്റെ തന്നെ സീനുകൾ കുറേയൊക്കെ ഞാൻ എഴുതി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫാമിലി ആയപ്പം ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഓൾറെഡി അതിനകത്തുണ്ടായിരുന്നു. 12 വയസ്സുള്ള ഒരു കുട്ടി, അതായത് ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ നിന്ന് ഈ 3 ഇന്ത്യക്കാർ രക്ഷപ്പെടുത്തുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പം അത് ആരാണെന്നുള്ളൊരു പ്രശ്നം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പല സജഷൻസും വന്നു, പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു. അപ്പം സണ്ണിച്ചൻ സജസ്റ്റ് ചെയ്ത് നമുക്ക് അലക്സിനെ കാസ്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവർക്കൊന്നും യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്, നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് ഈ ഡയലോഗ് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഓഡീഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് സന്ദീപ് പറഞ്ഞു നമുക്ക് ആർത്തറിനെ കൂടെ നമുക്ക് ഉൾക്കൊള്ളിക്കാം, കാരണം ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അന്ന് ഒരു കൊറോണ കാലം, പിന്നെ അവിടുന്ന് വരുന്ന കാര്യങ്ങളും ഡേറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണത് ശരിയാവില്ലല്ലോ അത് അവിടുന്ന്. അപ്പോൾ ബേസിക്കലി പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം, നമുക്ക് ഓഡീഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും സന്ദീപും കൂടെ ക്യാമറ കൊണ്ടുവന്ന് 2 പേരുടെ ഓഡീഷൻ എടുത്തു. കൺഫേം പക്ക ആക്കിയിട്ടാണ് ഞങ്ങൾ 2 പേരെയും കാസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിൻ്റെ ഒരു വെള്ളക്കാരിയെ വേണം. അപ്പോൾ പിന്നെ പുള്ളിയുടെ പുറകെ കൂടി പുള്ളി ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു അങ്ങനെ ഒരു 1 in a million ചാൻസ് ആണ് ഇങ്ങനെ ഹോൾ ഫാമിലി ഒരു സിനിമയിൽ അപ്രതീക്ഷിതമായിട്ട് വരിക എന്ന് പറയുന്നത്. 1 in a million ചാൻസ് ആണ് ഒരു സിനിമയിൽ പോലും നമുക്ക്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ച് സിനിമ കഥകളൊക്കെ ആക്കി ഒത്തിരി ഞങ്ങൾ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊരു നല്ല രീതിയിൽ തന്നെയാണ് നമ്മളത് മുന്നോട്ട് പോയത്. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം. എങ്ങനെ തീർച്ചയായിട്ടും നമ്മളത് പിന്നെ അങ്ങനെ തന്നെയാണ് അത് പിക്ചറൈസ് ചെയ്തതും കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള ഫൈറ്റ്സ് അങ്ങനെയായിരുന്നു. അല്ലാതെ ഒരു ഇടി കൊടുക്കുമ്പോൾ 10 പേര് പറന്നു പോകുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫൈറ്റ്സാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഞാൻ വളരെ പെർട്ടിക്കുലർ ആയിരുന്നു, ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വേണമെന്നുള്ളത്.
പിന്നെ ഷാഷ് റിയൽ പിന്നെ റെസ്ലറാണ്. പുള്ളിയുടെ ബെൽറ്റ് കാണിച്ചു. അപ്പോൾ രണ്ടുപേരൊക്കെ ചുമ്മാ എടുത്ത് പൊക്കിയെടുത്ത് എറിയും പുള്ളി. അപ്പം അത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ സന്ദീപിനോട് വളരെ പ്രത്യേകം വളരെ പെർട്ടിക്കുലറായിട്ട് പറഞ്ഞു, അതിനകത്ത് നോ ഫ്ലൈങ് നത്തിങ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ്സ് തന്നെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. എൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചന്തയും കടലും ഒക്കെ ആരും പറക്കുന്നില്ല. 30 കൊല്ലം മുമ്പ് നമ്മൾ ഈ പറക്കല് ഉപേക്ഷിച്ചായിരുന്നു. എങ്ങനെ കേട്ടില്ല? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ചന്ത 2 അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് സ്ക്രിപ്റ്റായി വരുന്നേ ഉള്ളൂ. പുള്ളിക്ക് വരെ കുറേ ഓഫേഴ്സ് ഉണ്ട്. പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് മാത്രമേ പുള്ളിക്ക് ഇന്ത്യയിലേക്ക് വന്ന് പടങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 30th അവർ വരുന്നുണ്ട്. ലോകേഷ് സാറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. സോ ഷീസ് പ്ലാനിങ് സംതിങ്. മണി സാറുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ സമ്മതിച്ചില്ല, കാരണം ഞാൻ വിചാരിച്ച തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരു മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു മനസ്സിൽ കൊണ്ടു നടക്കുമായിരുന്നു. പിന്നെ സണ്ണിച്ചനൊക്കെ വന്ന് കണ്ടമാനം പ്രഷറൈസ് ചെയ്തപ്പോഴാണ് ഞാൻ എന്നാൽ ഓക്കെ നമുക്ക് ഇവിടെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം, പിന്നെ വീക്കെൻഡിലൊക്കെ വർക്ക് ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു ഇതിലാണ് നമ്മളത് മുന്നോട്ട് പോയത്. പിന്നെ ഒരു എക്സ്പീരിയൻസ്, ആഫ്റ്റർ ഓൾസോ ഓൾ എക്സ്പീരിയൻസ്, ലെറ്റ് ദം ഹാവ് സം എക്സ്പീരിയൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ല, 1 in a million ചാൻസ് ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒത്തു വരുന്നത്. ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടും എൻ്റെ ബന്ധുക്കൾക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ആർത്തർ ബേസിക്കലി ഒരു MMA മിക്സ് മാർഷൽ ആർട്സ് ബ്ലാക്ക് ബെൽറ്റ് ആണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഫൈറ്റ്സ് ഒക്കെ എനിക്ക് പുള്ളിയുടെ ഫൈറ്റ്സ് ഞാനാണ് കമ്പോസ് ചെയ്തത്, ബാക്കിയൊക്കെ സന്ദീപാണ് കമ്പോസ് ചെയ്തത്. അപ്പം ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ഇനി ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ റിയൽ ലൈഫ് ആക്ഷനും സിനിമ ആക്ഷനുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഇടി കൊള്ളാതെ റിയാക്ട് ചെയ്യണം, ഇടി കൊള്ളിക്കാതെ നോക്കണം, ഒക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവം. ഞാൻ ചാൻസും കൂടെ വേണേൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എങ്ങനെയാണ്. ചാൻസ് യു വാണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് സംതിങ്, ഹൗ യു റിയാക്ട് വെൻ യു ഗെറ്റ് എ പഞ്ച് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് ഇൻ എ മൂവി. ലെറ്റ്സ് ഡു ഇറ്റ്. വിൽ എന്റർടൈൻ ദം എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ.
ചന്തയുടെയും കടലിലെയും കാര്യം പറഞ്ഞു. കടലെന്ന സിനിമ ഇപ്പോൾ ബാബുക്ക് എന്ന കഥാപാത്രം ചെയ്യുമ്പോഴും ചന്തയിലെ സുൽത്താൻ ചെയ്യുമ്പോഴും അത്തരം കഥാപാത്രങ്ങളുടെ ആക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു ബാബുവിനെ നമ്മൾ കണ്ടിരുന്നു. വൈശാലിയിലെ രോഗവാദനെ പോലെ അല്ലെങ്കിൽ അപരാധത്തിലെ നന്ദകുമാറിനെ പോലെയുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ട് ബാബുവിനെ ഇപ്പൊ മധുരോത്സവം പോലുള്ള സിനിമയോട് തിരിച്ചു വരുന്നു. അത്തരം ചില കഥാപാത്രങ്ങളുടെ പുതിയ ബാബുവിനെ അപരാധത്തിലെ നന്ദകുമാറിനെ പോലെയും വൈശാലി അത് വേറെ ക്യാരക്ടർ അല്ലാതെയുള്ള പുതിയ ഒരു ബാബുവിനെ പ്രതീക്ഷിക്കാൻ അങ്ങനത്തെ പ്രതീക്ഷകളൊക്കെ എന്താണ്? തീർച്ചയായിട്ടും നമ്മളൊരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും എൻ്റെ റേഞ്ച് കാണിക്കാൻ വേണ്ടി ഒരു സിനിമയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ ബേസിക്കലി ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ പോകുന്ന ഒരു ആക്ടറാണ്. ഇപ്പം മധുരോത്സവത്തിൽ ആ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തു. അപ്പം അത് വളരെ ബുദ്ധിപൂർവ്വം എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്, വളരെ ഇൻ്റലിജൻറ്റ്, വളരെ തോട്ട് പ്രോസസ്സൊക്കെ നടത്തി എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ആ ക്യാരക്ടർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തതാണ്. പിന്നെ ഐ എം ജസ്റ്റ് എൻ ആക്ടർ, ഐ ക്യാൻ ഓൺലി ആക്സെപ്റ്റ് വാട്ട് അതർ പീപ്പിൾ ആർ ഗിവിങ് മീ. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത് എപ്പോഴും വെറൈറ്റി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ റേഞ്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. മൈ മെയിൻ പർപ്പസ് ഇസ് ടു എൻ്റർടൈൻ പീപ്പിൾ, കീപ് ദ പീപ്പിൾ എൻഗേജ്ഡ്, നോട്ട് ടു ഷോ മൈ റേഞ്ച് ഇൻ ആക്ടിങ്. It helps when we're working together. It helps when we're working together and we have chemistry. We feed off of each other and make it even more beautiful. That's right, that's right. It's always, to be at par with the other actors, psychology and mood and everything. You've got to be very, very flexible, extremely disciplined, and a lot of things to make a film. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മെസ്സപ്പ് ആവും. ഈ ഒരു 40 ദിവസം ചെയ്യേണ്ട പടം 120 ദിവസം ആവും. All my movies were done in 20 days. All my movies, including Great Escape. Yes. അത് ബേസിക്കലി നമ്മുടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. അമിതമായ മദ്യപാനങ്ങളും അതുപോലെ ഒന്നും ഇല്ലാണ്ട്, അതുപോലെ ഭക്ഷണക്രമങ്ങളും, അതുപോലെ നമ്മുടെ എക്സസൈസ്. പലരും വിചാരിക്കും ഞാനൊരു എക്സസൈസ് മാനിയാക്കാണ്. അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി എവറി ഡേ വർക്കൗട്ട് ചെയ്യാറില്ല. ഞാൻ എവറി അതർ ഡേ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ രാവിലെ വർക്കൗട്ട് ചെയ്യാറില്ല. ഐ വർക്കൗട്ട് ഓൺലി ഇൻ ദി ഈവനിങ് ഓർ ലേറ്റ് നൈറ്റ്, നമ്മുടെ ഷൂട്ടിംഗ് അനുസരിച്ചിട്ട്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹൈ ഇൻറ്റൻസ് എക്സസൈസിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല നമ്മുടെ ബോഡി. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട്. Can I speak in English? So our body is not meant for very high intense exercise actually. Normal exercise ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ as far as people like us, we have to do that high intense exercise. Yeah. So that can cause a lot of damage. Recently there are a lot of deaths and things like that happen because of that. And your joints, it's human joints, it's not made of iron or something like that. So I always gave 1 day gap for my body. I never worked out every day. Every other day about 2-3 hours, that kind of workout. And food is very important. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതെ വരും. You have to control your food habits. അങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാം കംഫർട്ടബിൾ ആണ്. അല്ല, എല്ലാവരും ഞാൻ വളരെ സെലക്റ്റീവാണ് സിനിമ ചെയ്യുന്നത്. I select all the movies and do it. And I make sure that they're professional, they are professionals. So everywhere work with professionals. Mani സാറിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പം ലോകേഷ് സാറിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും, ഭരതേട്ടനോട് വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും, I don't feel any difference. It's all same. Only thing the budget or the canvas is different, people are different. So basically it's all same. I always look at people who I am going to work with. If I'm not comfortable, I just say no. അല്ല, അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഞാൻ പറയും.
പിന്നെ പറയത്തില്ല. Initial stage when they offer me the project, I'll say I'm sorry, I can't do it. It's not done. എന്ന് ഞാൻ പറയും. Later ആയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യത്തില്ല. Once committed, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ I stay on, and then even the director is going against me, I will make him straight and make sure that that movie is done. So once in, you are in. I don't care who the director is, who the producer is. I have to really fight, and then a lot of problems, and then settle it. Tell us about your experience with Babu sir and his family, especially Arthur. Your experience with Babu sir and his family. Yes. Your experience with me and my family, Arthur and all that. Yes, the experience I had was great. I mean, they did well raising their children. You should be proud. As a parent, when you see your kids grow up to be fine adults, that makes you proud. And Babu and his wife did a really great job. I don't really have much interactions with his wife, but I do with the boys, and I think they have a great future. I made him stay away from my wife. I've been told that women love me, so I don't know. How do you like Arthur? He's a good guy. He really is. I think he has a very bright future, and he's very respectful, but yet he'll stand up for what he wants. And I mean, it's very commendable. I think my experience with the family was great, and I think it was an asset having them part of the film. Like I said, The Great Escape is a total package. I can't really talk good enough about it because, it's like one of my children because I put my everything into the movie, everything into that role because my character wanted to take Bob Christo down. How is Kerala? Say again? How is Kerala? Oh, I love it. Like I said, this is one of my favorite places to be. I've been here just a little over a week, and everybody makes me feel like I'm at home. I mean, it's really nice. We walk into Lulu Mall, and everybody's like, yes. What? To promote the Great Escape, because man, there were thousands of people there, and it was like to see all these, like I said earlier, all these beautiful smiles. It was like, I can't say it enough. I love beautiful people, and since I've been here, I've been surrounded by beautiful people. That's a negative, ghostwriter. No, I'd rather have a driver. No, I mean, hats off because the first day, I had to go change my underwear. It was like, I mean, really? No, I really didn't. But, that was almost the experience. I was like, what? Hey, that guy's going to run into us. What the heck was it? Where did he come from? Yeah, man, like I say, the drivers are amazing. They should be on NASCAR or motocross and, man. Yes, all the racers should come from here. There you go. I'll put my money on them. Yeah. And for those that do not know, how do you say Google? Google. Chaz Taylor. And you find out my father was a professional wrestler also. So many people know that, many people may not. Did you know the history of me in India films? No, I don't know. Okay. My father in 1996 was in a movie with Sunil Shetty. So he had a fight scene with Sunil Shetty in a movie. And if you find me on Instagram, I put those pictures up there. Prathvi was my father was in a movie with Sunil, and I'm pretty proud of that. I was young, I was on set, but I wasn't in the movie because my father didn't take me under his wing and get me in the movie like you did, and that's a blessing in itself. You took me, yeah, and so I have a little history with India through Sunil, so to me that's special also. I'm just filled with special occasions. Love it. And I love you. Thank you. Thank you for taking the time out of your day because you could be doing anything else, but you chose to come here and support us, and we greatly appreciate that. Sir, do you watch any Malayalam movies? Do I?
Well, I actually watched my brother here in PS2. That was a pretty well done movie. I was impressed. I don't know why I was impressed. I just went in it with no expectations, and it was a well done movie, I think. To see some of the action, and the part that jumps out at me was the scaffolding towards the end while they were running around doing some parkour. Man, that was amazing. And then my brother took an axe to the chest. Man, couldn't have happened to a better guy. That was awesome. Yeah, so, and then there's another one that I want to watch. It's a boxing movie that I'm sure that'll be my favorite one too, because I was talking to Sandeep about that. There's a boxing movie with a actress that was in 𝙱ᴇ괇ᴜ, 𝙱𝙰𝙗, and I'd like to work with her someday too. I know everybody says that, but Her name is ப்ரியங்கா he's talking about. So I saw her in this movie, and I didn't know that she was from here at the time, but I thought I had a connection watching with her. I'm like, there's something special about her. So, and then when I got here, I saw her in this boxing movie trailer, and I'm like, she's from here? That's awesome. I'm like, so I haven't had a time. We've been so busy promoting The Great Escape that I haven't had to watch it yet, but that's next on my list, brother. Did you participate in any WWE WrestleMania competition? I've wrestled for WWF off and on for years. I wrestled Owen Hart, Kurt Angle. I've been in the ring with Shawn Michaels, all the top superstars. Kurt Angle, Steve Austin. My dad and I were in a tag team match with Steve Austin and his partner back in like '88, where he was stunning Steve Austin. Rod Price and stunning Steve Austin against me and my father. And like Arthur was in The Great Escape with Babu, I was able to wrestle professionally in the ring with my father as a tag team. I mean, it doesn't get more special than that. So yes, I've wrestled with WWF, NWA, GWF, all the wrestling federations. Traveled all over. And I've put a lot of damage through my body. Like Babu was saying, there's a lot of parallels with wrestling, acting, and martial arts and the things that we do. Back in 2000, I did a backflip off the top turnbuckle. I landed on my feet. Both knees went out sideways. I tore my ACL, MCL, meniscus, both knees same time. So that was pretty rough. I was laid up for a little bit and had recovery, but it didn't keep me down because I had a passion for it and I wanted to keep doing it. So as soon as, I don't even think I waited for the doctor to give me the okay, you're clear to do it. I probably, a few weeks before that, was back in doing it. It's just, when that's what you know, when you've been doing it since you were little. I wrestled since I was 5 years old. So, like Babu and Sandeep doing martial arts, their whole life, we still have to struggle and work out hard, but after a while, it's autopilot. You know what you're doing. You still have to work hard for it to keep at that top peak level conditioning, but it's just what I know and it's what I love. So I wasn't going to sit in a hospital bed or at my home bed at home and let somebody else do it. I wanted to be part of it. I think the next Olympics, after the Paris Olympics, the 2028 Los Angeles Olympics, that is wrestling will be an item on the 2028 Olympics. So there's a great chance for wrestlers that in the next Olympics. So all the best. Thank you, brother. Thank you. Thank you. തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത് വലുതായി വന്നപ്പോൾ അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളും പിന്നെ ഐ ബ്രിങ് ദ സിനിമ ഇൻ ഇന്ത്യ ഇൻ ദ എൻഡ് അത് വളരെ സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. I wanted to shoot India, so I told Sandeep and Sunny, I will add a scene that happens in India.
സോ അങ്ങനെ ഒരു 2 ദിവസം ഇവർ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തു. സോ ജസ്റ്റ് മേക്ക് ഇന്ത്യ എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. അപ്പോൾ അതൊക്കെ എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. ആൻഡ് ഓഫ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. We had to really struggle through the storyline from a very small round to a bigger circle. It is not very easy to stay in the same frame and making it bigger and bigger. It's not very easy. At the same time, we had a lot of limitations. We couldn't bring actors from anywhere else. Corona and things like that. A lot of limitations. So anyway, everything fell in place and finally it happened and the movie is ready. We had a lot of obstacles. Yeah, a lot of obstacles. തീർച്ചയായിട്ടും. കാരണം ഇതൊരു നല്ലൊരു ഹോളിവുഡ് ചിത്രമാണ്. കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമ എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് 5-6 മാസം ഒന്ന് മാറി നിൽക്കാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ത്രൂ ഔട്ടായിട്ട് വരാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ബാബുവിന് ഉണ്ട്. അപ്പം നല്ലൊരു കഥ അദ്ദേഹത്തിന് കയ്യിലോട്ട് കൊടുത്തപ്പം പുള്ളി അത് ഇച്ചിരൂടെ ഒന്ന് മാറ്റം വരുത്തി 1-2 സീനൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടതൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഞങ്ങളൊരു രാത്രി മുഴുവനിരുന്നു. അപ്പോൾ അന്നേരം അതൊരു നല്ലൊരു കഥയായി, നല്ലൊരു ഇതായി. പിന്നെ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നടന്നില്ല. കാരണം ഈ കോവിഡ് സമയത്ത് ആർക്കും വിസ കൊടുക്കത്തില്ല. എനിക്കൊരു അമേരിക്കൻ എംബസി അടച്ചു പോയിരുന്നു. ഞങ്ങൾ വളരെ ട്രൈ ചെയ്തതാണ്. വിസ ഉള്ളവരെ ട്രൈ ചെയ്തപ്പോൾ അവർക്ക് പോലും പോരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള 3 കൊമേഡിയൻസിനെ അവിടെ നിൽക്കുന്നവരെ അതിനകത്ത് കയറ്റി വളരെ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമാണത്. അവരതിനകത്ത് പെട്ടുപോയതേ ഉള്ളൂ. മലയാളികൾ അതിനകത്ത് പെട്ടുപോയി. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. പിന്നെ സന്ദീപിൻ്റെ ആദ്യത്തെ പടം ഞങ്ങൾ കണ്ടപ്പം സന്ദീപിനൊരു ഫ്യൂച്ചർ നല്ലൊരു മലയാളം പടം ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. So you have to watch the movie to see if I put Babu through a table or not. John, I have a question for you. Yes. So you were talking about wrestling-related injuries. Yes. So if you talk about wrestling-related injuries, you guys face a lot of conversions and all of things throughout your career. Yes. In your after wrestling years, a lot of wrestlers, including Indo, China, and 𝙱𝙰𝙱𝚄, all have faced such incidents like concussions throughout their career, and they have faced a lot of traumas in their afterlife. 𝙱𝙁 actually did a homicide to his family. China committed suicide. 𝙱𝙁 also committed suicide. Like the list goes on and on. So unfortunately, it does. Yes. Yeah, so what's your opinion about these concussions and all these injuries that happen during your period? And do you think the organizations like WWE and TNA gives proper treatment for you guys who put your lives on the table to entertain every single person out there? I mean, there's international wrestlers all over. I mean, hence the word international. So I don't know that there's a governing body that would cover all of us, because we're putting our body at risk every time we step in the ring, because we want to entertain the crowd. So we go above and beyond every time we're out in the ring. Every time that camera's on and rolling, we put our body in harm every time. So it's hard to find good insurance. So with doctors out there and with their cooperation, maybe as we get older, we can get their help and their assistance in our older years to study our brains and to study our body to see what they can do to help us to where we don't, the trauma doesn't affect it as much, affect us as much. Because I've had both knees replaced, I've torn my bicep, both shoulders, multiple concussions, I don't know, over 100, close to 200 concussions. And I've probably spent more time in the hospital than out of the hospital, but it's not gonna stop me from doing what I love. And you never know. I mean, you don't want to talk about the worst days, but maybe, you hear about people, well, maybe I'll die in the ring or acting, doing what I love.
But that's kind of a morbid thought, but maybe I go entertaining the crowd. When my last moment comes, I'm getting goosebumps thinking about it, but maybe that might be my time, is when I'm out there one day entertaining you. That might be my moment. And I'll die happy because I'm entertaining you. When we're talking about Brisbane or WWE has put embargo that any superstar should not speak about Brisbane or because he is done an homicide. Do you think that is right or wrong? No, because you can't negate all of everything that he's contributed to wrestling. You have to look at the people for the individual of what they've done in life. And people select who they want to think good about or think bad about for one moment in time rather than the lifetime of the career, which that's really not fair, because you look at Chris Benoit for what he's accused of doing for one day of his whole life. Do people judge Michael Jackson the same way? Look at all the other celebrities out there that may have one bad experience that they're judged for that whole life, and I really don't think that's fair, because we're all human. Everybody has a bad day. I don't think there's one person in this room that hasn't had a bad day that they couldn't take back and wish they would change. We're human. But we have to pick ourselves up and keep going. We can't let the bad things and the negativity get in our way. We just got to keep trucking and entertaining the masses. No, keep them coming, brother. Keep them coming. Woo! I love entertaining, brother. You can keep those questions coming, and I'm going to answer them till we're done here. That's what they do on the ring. In the ring. China's autopsy report came, her body was found with a lot of drugs in it. So most of the drugs were related to painkillers. So her postmortem report states that she died of a drug overdose. So in wrestlers, commonly what we found is that most of the wrestlers take painkillers and other drugs to suppress the pain that they endure on a daily basis. Unfortunately, we do. There's like one of my friends, Eddie Guerrero. I mean, there's many of us because we put our body through abuse. Even doing acting. That's one of the reasons I wanted to get into acting, because I could perform and it's on film forever. In wrestling, we got to go out there every night and do it every night, over and over and over. And that's a lot of abuse on our body. So that's why I chose to get into acting, because I think it'll live on longer. But unfortunately, a lot of my brothers and sisters take uppers, downers, things to get you through the next day. Sometimes when you're on the road and you're away from your family for 100 days or more at a time, that's depressing. And it affects everybody differently. Everybody's an individual, and not everybody's affected the same way. So some people choose the route of painkillers. Some people can get by with topical pain rub. But sometimes it's just too unbearable to where maybe they need a little something stronger. And maybe in those cases, they just took too much. And it got the better of them. Their body just didn't accept it. ഡയറക്ടറോടാണ് ഈ പടത്തിന് ട്രെയിലർ കണ്ടപ്പോൾ ഫുള്ളൊരു ഹോളിവുഡ് ടച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പടം ചിത്രീകരിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു എഫേർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ ചിത്രീകരിക്കുന്ന ചിത്രത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം വിദേശ താരങ്ങളും ബാബു ചേട്ടനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എഫേർട്ട്, ഐ മീൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. Could you repeat the question? I knew that wasn't for me, but I thought it was funny. അതായത് ബാബുചേട്ടനെ പോലെ ഒരു ആക്ടറിനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പം എന്താ പറയുക, ബാബുചേട്ടനും മാർഷൽ ആർട്ടിസ്റ്റാണ്, ഞാനും അതുപോലെ തന്നെ ചാസും മാർഷൽ ആർട്ടിസ്റ്റാണ്. സോ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്സ് സർക്കിളാണ്. അപ്പം ബാബുചേട്ടൻ്റെ സിനിമകളാണെങ്കിൽ പോലും നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ബാബുചേട്ടൻ്റെ സിനിമകളാണ് നമ്മൾ കണ്ടു വളർന്നത്.
അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ എന്താ പറയുക ഒന്നിച്ച് വരികയും അങ്ങനെ ഒരു മൂവി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ഡ്രീമാണ്. കാരണം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞൊരു മാർഷൽ ആർട്സ് മൂവി ഉണ്ടാക്കുക എന്നാണ് എൻ്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹം, മാർഷൽ ആർട്സ് മൂവികൾ. അപ്പം അങ്ങനെ ഒരു മാർഷൽ ആർട്സ് മൂവി ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഇൻഡോ അമേരിക്കൻ മൂവി ചെയ്യുമ്പം ബാബുച്ചേട്ടനെ പോലൊരു ആക്ടറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അപ്പം ബാബുച്ചേട്ടൻ മാത്രമല്ല, അതിനകത്ത് സൈമൺ കുക്ക് എന്ന് പറഞ്ഞൊരു തായ്ലൻഡ് ആക്ടറുണ്ട്, ഇമ്മാൻ സിനിമകളിൽ ഉള്ള, ഞാൻ ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ചാസ്റ്റേലുണ്ട്. അതുപോലെ തന്നെ ഒട്ടനെ വേറെ ഒരുപാട് അമേരിക്കൻ ആയിട്ടുള്ള ഫൈറ്റേഴ്സും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർദറിന്റെ ഫസ്റ്റ് മൂവിയാണ്. അതിനകത്ത് ആർദറിന്റെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അലക്സിനും ഒരു ചെറിയൊരു സീനുണ്ട്, ഒരു ഫൈറ്റ് സീൻ, ഒരു കുട്ടി മിനി എന്താ പറയുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു സർക്കിൾ ഉപയോഗിച്ചൊരു ഫൈറ്റിംഗ് മാർഷൽ ആർട്സ് സർക്കിൾ ഉപയോഗിച്ച് ചെയ്ത ഫുൾ ഓൺ മാർഷൽ ആർട്ട് ഫിലിമാണ്. അതുപോലെ തന്നെ മാർഷൽ ആർട്സ് മാത്രം പറയാൻ പറ്റില്ല, ഇതിനകത്ത് എന്താ പറയുക, ഒരു ഫാമിലി എലമെന്റ്സും ഒരു ഡ്രാമയും സസ്പെൻസും ലവ്, റൊമാൻസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. അല്ല, പുള്ളിക്ക് ആക്ച്വലി ഒന്നും ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ഈസ് ബിക്കമിങ് 18 on 31st of May. പുള്ളിക്കൊരു അങ്ങനെ ഒരു ഡെഫിനേഷൻ ഇല്ല. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആർത്തറിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ആർത്തർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത്, പപ്പ എനിക്ക് ആദ്യമേ ആക്ഷൻ സീക്വൻസ് വേണ്ട, ഐ നീഡ് സം റൊമാൻറ്റിക് സീക്വൻസ് മതിയെന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബിഗിനിങ് വാസ് കൈൻഡ് ഓഫ് വെരി സ്ലോ. പടം ഇച്ചിരി സ്ലോ ആയിട്ട് തോന്നും. So we had to put an action sequence along with him. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരും. പുള്ളിക്ക് അങ്ങനെ ഒരു പറയാനുള്ള അറിവൊന്നും പുള്ളിക്കില്ല. പുള്ളിയുടെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസ് ആണ് സിനിമയെ കുറിച്ചുള്ളത്. പുള്ളി ആദ്യത്തെ പടം എന്ന് പറയുന്നത് 𝙱𝙃ᴏ He was there for about 50 seconds. അത്ര ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റെപ്പ് സണ്ണായിട്ട്. പിന്നെ മങ്കിപ്പനിൽ അഭിനയിക്കാനായിട്ട് പുള്ളിയെ സെലക്ട് ചെയ്ത് വിളിച്ച് അവർ he didn't agree to do the film. പുള്ളിക്ക് അറിയില്ലായിരുന്നു. He was only 7. അങ്ങനെ ഒരു ഡെഫിനേഷൻസ് ഒന്നുമില്ല. പുള്ളിയുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാണ്ട്സ് ടു ബിക്കം എ എയറോസ്പേസ് എഞ്ചിനീയർ. അറ്റ് ദ സെയിം ടൈം ആക്ടിങ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. സമ്മർ വെക്കേഷനും അതുപോലെ വെക്കേഷൻ സമയത്ത് വരുന്ന ഓഫേഴ്സ് ചെയ്യണമെന്നുള്ളതാണ്. There's a scene in there with the soccer ball, and Alex, it made me belly laugh. It was so funny at the park. I can't give it away, but when you watch it, I laughed so hard, I belly laughed. It was just like, man, that was funny. And when you see it, you'll know what I'm talking about. Alex martial arts പഠിക്കുന്നുണ്ട്, അതൊരു ഹെൽപ്പായി. He is a brown belt, so that really helped us. So, like I said, it all fell in place. Luckily, everything. Then, of course, there may be flaws that you have to excuse. And that music, y'all heard that song, right? Right, Chaz? Yes, we heard that song. That was beautiful. Director, അതായത് 1963 ഇതേ പേര് തന്നെ ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ജോൺ സ്റ്റഗസ് ചെയ്തിരിക്കുന്ന സിനിമ, ഓസ്കറൊക്കെ നോമിനേഷൻ സിനിമയാണ്. അപ്പൊ അതേ പേര് ഈ സിനിമയ്ക്ക് വെക്കാനുള്ള കാരണം എന്തായിരുന്നു? അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിൻ്റെ ലീഗാലിറ്റി ഒക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ആ പേരിടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു. പ്രൊഡ്യൂസറോടും ഡയറക്ടറോട് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതൊരു പെട്ടെന്ന് ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ളൊരു പേരാണ്. അത് ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ അതൊരു നല്ല ടൈറ്റിലാണ്. അതെ, അത് നമ്മൾ പറയാൻ പാടില്ല. അല്ല, നമ്മളതിൻ്റെ സസ്പെൻസ് പറയാൻ പാടില്ല. നമ്മളെ എൻഡിലത് നമ്മൾ ടൈറ്റിലോട് 100% നമ്മൾ നീതി പുലർത്തുന്നതാണ് ടുവേഴ്സ് എൻഡ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫെമിലിയർ പേര് പെട്ടെന്ന് ആൾക്കാരുടെ കയ്യിൽ എത്താനുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നി. അതുകൊണ്ടൊക്കെയാണ്. അതെ, ഇല്ല, കഥ യാതൊരു സാമ്യമില്ല. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അത് ജിനു ആണ്. ജിനു നേരെ പറയുന്നുണ്ട്. ജിനു ഒന്ന് എഴുന്നേറ്റ്. നമസ്കാരം.
എൻ്റെ പേര് ജിനു സീനിയർ എന്നാണ്. മേഴ്സി ഇൻ്റർനാഷണൽ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഓണറാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും എൻ്റെ മേൽനോട്ടത്തിലാണ് റിലീസിംഗ് എല്ലാം ചെയ്യുന്നത്. സോ വളരെ അധികം സന്തോഷമുണ്ട് ഗ്രേറ്റ് എസ്കേപ്പ് മൂവി നമ്മുടെ കമ്പനിക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചതിൽ. അതിന് പ്രത്യേകിച്ച് സണ്ണി സാറിനോടും അതുപോലെ തന്നെ സന്ദീപ് ഡയറക്ടറോടും ബൗച്ചേപ്പോടും എല്ലാവരോടും നന്ദി പറയുന്നു ഈ സമയത്ത്. ഓക്കെ, താങ്ക് യു. So thank you so much. So our press meet ends. Then we'll proceed to cocktail dinner and separate counter ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് മീഡിയയുടെ ബാക്കിലുള്ള കൗണ്ടറാണ് ഫോർ കോക്ടെയിൽ ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൗണ്ടറാണ് ഫുഡിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, മീഡിയയുടെ ബാക്കിലാണ് കോക്ടെയിൽ കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫുഡ് കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇമൻസ് പേഷ്യൻസ്. ആൻഡ് May 26th ഞങ്ങളെല്ലാവരും ഈക്വലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വിസ്മയ വിരുന്നിന് വേണ്ടി. സോ എല്ലാവരും തന്നെ തിയേറ്റർ എഫക്റ്റോടെ തന്നെ ദി ഗ്രേറ്റ് എസ്കേപ്പ് മൂവി കാണോ? യെസ്, അബ്സല്യൂട്ട്ലി കാണും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ team of the great escape and all the very best. നല്ല ഒരു സക്സസ്ഫുൾ മൂവി ആകട്ടെ. And thank you Charles for coming to Kerala. Okay, Charles, you're a huge fan of Babu sir? You never know. He might be my uncle. What? He might be my uncle. Oh yes. But നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് ആണ്. Okay, തൽക്കാലം നമ്മൾ അതങ്ങ് സമ്മതിച്ചു കൊടുത്തിരിക്കുക. We agree that. And one thing, there's a lot of beautiful hair and beards in this movie. I'm surprised it's not sponsored by a hair product. Right? So, hair product out there wants to sponsor us. Yeah. It's sunny. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെല്ലാവരും റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മൾ മീഡിയയുടെ ബാക്കിലാണ് കോക്ടെയിൽ കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. Sunny, happily signing off. Have a good day. Have a nice day. Thank you everyone. Thank you so much.
ഹലോ ഒരാളോട് നന്ദി പറയാൻ ഞാൻ മറന്നുപോയി. അതായത് ഡോജോ ആണ് ഇത്ര മനോഹരമായിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത് നിങ്ങളൊക്കെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത്. സോ ഡോജോ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. He is actually my nephew. I am meeting him after 500 years. ഇത് ഞാൻ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. ഞാനൊരു മൂവി പ്രൊമോട്ടറൊന്നുമല്ല, പക്ഷേ ഐ എം എ പബ്ലിഷർ. ഐ എം ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. ഒരു ഇന്ത്യയിലെ ലീഡിങ് സ്മോൾ ബിസിനസ് മാഗസിൻ, സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ഒരു മാഗസിൻ്റെ പബ്ലിഷറും ഞങ്ങൾ നടത്തുന്ന കോൺഫറൻസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ടു ഗീവ് എ പുഷ് ടു ദിസ് മൂവി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ജോയിൻ ദ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അത് വേറെ കാര്യമൊന്നുമില്ല. ബട്ട് യെസ്, ഐ മെറ്റ് ഷാസ് ആൻഡ് ദ ഹോൾ ടീം. I found that this is a great opportunity for promoting their movie through. Thank you. എല്ലാ media persons, വളരെ thanks. I have interacted with media. ഞാൻ media. I know how you all feel. And നിങ്ങളുടെ judgment ഒക്കെ വളരെ important ആണ്. So we would sincerely request you to write whatever you felt in your media. So that's very important because media is more important because media is more powerful than anything. You all know that. That's why I choose media as my profession. Okay? So give your best shot. നല്ലതാണ് ചിന്തയാണ് ആരുടെയും പേടിച്ചതും ഒരു ഇത് ചെയ്യണം. Do your judgment rightly. But give a good push. Every producer, they all are small business. ഞാൻ small businessനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. So അവരെ സപ്പോർട്ട് ചെയ്താൽ let them do well. So, it's all entertainment, right? So, do that job. Thank you. Thank you so much. Sorry to interrupt.